സ്തെഫാനോസ് മരിക്കുമ്പോൾ ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിച്ചു. യേശുക്രിസ്തു മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിച്ചു. സങ്കീർത്തനകാരൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിച്ചു. നീ മരിക്കുമ്പോൾ നീ മരിക്കുമോ? എല്ലാവരും മരിക്കും. മരിക്കുമ്പോൾ എന്റെ ആത്മാവിനെ നിന്റെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? ഒരു ദിവസം താങ്കൾ ഒരിക്കും മരിച്ചെടുക്കുമ്പോൾ ഉയർക്കണമെങ്കിൽ നിന്റെ ആത്മാവിനെ ദൈവത്തിന് ഏൽപ്പിക്കണം. സാധിക്കുമോ? ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ ആരെയും ഏൽപ്പിക്കണേ? ദൈവത്തിന് ഏൽപ്പിക്കണേ. അപ്പൊ ഏറ്റവും വലിയത് പ്രാണനാണ്. ഈ പൗലോസ് പറയുന്നതറിയാമോ? ഞാൻ എന്റെ പ്രാണനെ വിലയേറിയത് എണ്ണുന്നില്ല. നിങ്ങൾ എണ്ണുന്നുണ്ടോ? നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ദൈവസന്നിധി വന്നിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ എന്റെ പ്രാണനെ വിലയേറി എണ്ണുന്നില്ല. ദൈവം തന്ന പ്രാണനെ, ദൈവം തന്ന ആയുസ് മുഴുവനും അവർ വേണ്ടി ചിലവഴിക്കുക. അത് കഴിയുമ്പോൾ എന്റെ പ്രാണനെ ദൈവത്തിന് കൊടുക്കുക. ആ ദൈവം എനിക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ. ആരാധന കഴിക്കുന്ന ദൈവജനത്തിന് എനിക്ക് പറയാനുള്ളത് 9 മാസം ഈ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. 9 ತಿಂಗಳು ತಾಯಿಯ ಗರ್ಭದಲ್ಲಿ ಇರುವುದಾಗಿತ್ತು. 60-70 ವರ್ಷം ಈ ಭೂಮಿയുടെ ഗർഭത്തിലായിരുന്നു. 60-70 ಈ ಭೂಮಿಯ ಗರ್ಭಪಾತ್ರದಲ್ಲಿ. അത് കഴിയുമ്പോൾ മണ്ണിലേക്ക് തിരികെ ചേരും. ಅದಾದ ಮೇಲೆ ನೀನು ಆ ಕಡೆ ಸದಿರು ಹೋಗಬೇಕಾಗಿತ್ತು. ಮನುಷ್ಯರು പറഞ്ഞു, ದೇವರು ಮನುಷ್ಯರೊಟ್ಟಿಗೆ ನೀನು ಮಣ್ಣಾಗಿರುವುದಾಗಿತ್ತು. ಮಣ್ಣಿಗೆ ಹಿಂತಿರುಗಿ ಹೋಗುವುದಾಗಿತ್ತು. ಆದರೆ ഒരു കാര്യം പറയാം, ಒಂದು ಕಾರ್ಯ ತಿಳಿದುಕೊಳ್ಳುವುದು, ಶಬ್ದ ಬರಬೇಕಾದರೆ ಕರ್ತನು ಬರ್ತಾನ. ಕರ್ತನು ಬರಬೇಕಾದ್ರೆ ನೀನು ಉನ್ನತ ಸ್ಥಿತಿಗೆ ಬರುವನಾಗಿರ್ತೀಯ. ഉയർന്നേറ്റ് വരണമെങ്കിൽ ನೀನು ಎದ್ದು ಬರುವುದಾಗಿದೆ. ആത്മാവിനെ ബലി കൊടുക്കുക. ആത്മന ആത്മನ കയ്യിൽ ಒಪ್ಪಿಸಿಕೊಳ್ಳುವುದು. നമ്മൾ കർത്തൃമേശയ്ക്ക് വന്നിരിക്കുകയാണല്ലോ. കർത്തന ಮೇಜಿಗೆ ನಾವು ಬಂದಿರುವರಾಗಿದ್ದೇವೆ. എന്താണ് പറയുന്നത് കർത്തൃമേശ? ಏನು ಹೇಳ್ತಾರೆ ಕರ್ತನ ಮೇಜು? എന്നെ ഭക്ഷിക്കുന്നവൻ ನನ್ನನ್ನು ತಿನ್ನುವವರು എൻ മൂലം ജീവിക്കും. ನನ್ನ ಮುಖಾಂತರ ಜೀವಿಸುವರು. എന്നെ ഭക്ഷിക്കുന്ന ഉള്ളിൽ ನನ್ನನ್ನು ತಿನ್ನುವರ ಒಳಗೆ ജീവനുണ്ട്. ಜೀವವಿದೆ. അവസാന ദിവസം ಕೊನೆಯ ದಿವಸದಲ್ಲಿ ഞാൻ നിന്നെ ഉയർപ്പിക്കും. ನಾನು ಅವರನ್ನು ಎಬ್ಬಿಸುವೆನು. ഹല്ലേലൂയ. ഉയർക്കുന്ന ജീവിതമാണ് ദൈവം. ಎಬ್ಬಿಸುವಂತ ಒಂದು ಜೀವಿತವಾಗಿದೆ ನಮ್ಮ ಜೀವಿತ. നാം ഇങ്ങനെ അവസാനിക്കേണ്ടവരല്ല. ಈ ರೀತಿಯಲ್ಲಿ ಕೊನೆಗೊಳ್ಳುವಂತ നാം പൊടിയായി പോകേണ്ടതല്ല. ನಾವು പൊടിಯಾಗಿ ಹೋಗೋದಲ್ಲ. അങ്ങനെയാണോ? ಹಾಗೆಲ್ಲ നാം ബുദ്ധിസ് ഉയർത്തേറ്റ് വരും. ನಾವು ಒಂದು ದಿನ ಎದ್ದು ಬರುವುದಾಗಿದೆ. അതിനെ എന്ത് ചെയ്യണം? ಅವಾಗ ನಾವು ಏನು ಮಾಡಬೇಕು? ഇവിടെ പൗലോസ് പറയാണ്, പൗലോസ് പറയാണ്, ಪೌಲನು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയവനാണ്. ನಾನು ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆ ಎಣಿಸ್ತಾ ಇಲ್ಲ. എന്താ കാരണം അറിയാമോ? ಏನಕ್ಕೆ ಕಾರಣ ಗೊತ್ತಾ? എനിക്കിവിടെ അധികം സമയമില്ലാത്തതുകൊണ്ട് ಸಮಯ ಇಲ್ಲದೆ ಇರೋದ್ರಿಂದ തൊടുകുറിയായിട്ട് പോവുകയാണ്. ಸಾಧಾರಣವಾಗಿ ಹೋಗ್ತಾ ಇದ್ದೀನಿ. അത് നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. ನೀವು ಮನೆಗೆ ಹೋಗಿ ಇದನ್ನು ಚಿಂತಿಸುವರಾಗಿರಿ. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ പൗലോസ്? ಏನು ಗೊತ್ತಾ ಪೌಲನು? എന്റെ പ്രാണനെ ನನ್ನ ಪ್ರಾಣವನ್ನು ഞാൻ വിലയേറി എണ്ണുന്നില്ല. ನಾನು ಬೆಲೆಯಾಗಿ ಎಣಿಸೋದಿಲ್ಲ. കാരണം എന്താണെന്നറിയാമോ? ಕಾರಣ ಏನು ಗೊತ್ತಾ? രക്ഷ എന്ന ദാനം ദൈവം എനിക്ക് ദാനമായി തന്നു. ರಕ್ಷೆ ನನಗೆ ದಾನವಾಗಿ ದೇವರು ಕೊಟ್ಟಿರುವನಾಗಿದ್ದಾನೆ. എന്ത് തന്നു? ಏನು ಕೊಟ್ಟನು? ആർക്കും കൊടുക്കാത്ത രക്ഷ. ಯಾರಿಗೂ ಕೊಡದೇ ಇರುವಂತ ರಕ್ಷೆ. വെളിപ്പാട് പുസ്തകം 7:10 വായിക്കാം. ಪ್ರಕಟಣೆ ಪುಸ್ತಕ 7:10ನೇ ವಾಕ್ಯವನ್ನು ಓದುವರಾಗಿರೋಣ. ಪ್ರಕಟಣೆ 7:10. രക്ഷ എന്നുള്ളത് ರಕ್ಷೆ ಅಂತ ಹೇಳುವುದು ദൈവത്തിന്റെയും കുഞ്ഞാന്റെയും ദാനം. ದೇವರು ಮತ್ತು ದೇವರ ಒಂದು ಕುರಿಮರಿಯ ಒಂದು ದಾನವಾಗಿದೆ. എന്താണ് ദാനം? ಏನಾಗಿದೆ ದಾನ? രക്ഷ എന്താണ്? ರಕ್ಷಣೆ ಏನಾಗಿದೆ? എല്ലാവരും കിട്ടിയ? ಎಲ್ಲರಿಗೂ ಸಿಕ್ತಾ? നിനക്ക് കിട്ടിയ? ನಿಮಗೆ ಸಿಕ್ತಾ? കിട്ടിയോ? ನಿಮಗೆ ಸಿಕ್ತಾ ರಕ್ಷಣೆ ಅನ್ನೋದು? രക്ഷ കിട്ടിയില്ല. ರಕ್ಷಣೆ ನಿಮಗೆ ಸಿಕ್ತಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നാം രക്ഷിക്കപ്പെട്ടവരാണ്. ನಾವು ರಕ್ಷಣೆ ಹೊಂದಿರುವಂತ നാം ವ್ಯಕ್ತಿಗಳಾಗಿದ್ದೇವೆ. രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. ರಕ್ತದಿಂದ ನಾವು ಶುದ್ಧಿ ಹೊಂದಿರುವಂತ ക്രൂശിന്റെ ദർശനം ലഭിച്ചവരാണ്. ಶಿಲುಬೆಯ ದರ್ಶನವನ್ನು ಹೊಂದಿರುವಂತ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದೇವೆ. നമ്മള് കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ನಾವು ಕೃಪೆಯಿಂದ ನಾವು ರಕ್ಷಣೆಯನ್ನು എങ്ങനെയാണ് രക്ഷ? ಯಾವ ರೀತಿಯಲ್ಲಿ ರಕ್ಷಣೆ? കൃപയാൽ രക്ഷ. ಕೃಪೆ ಆಗುವಂತ ಒಂದು ರಕ್ಷಣೆ. മറ്റാരും കിട്ടാത്ത രക്ഷ. ಬೇರೆ ಯಾರಿಗೂ ಸಿಗದೇ ಇರುವಂತ ರಕ್ಷಣೆ. ലോകജാതികൾക്ക് കിട്ടാത്ത രക്ഷ ಜನರಿಗೆ ಸಿಗದೇ ಇರುವಂತ ರಕ್ಷಣೆ നമുക്ക് കിട്ടിയിരിക്കുന്നു. ನಮಗೆ ಸಿಕ್ಕಿರುವುದಾಗಿದೆ.
ഹല്ലേലൂയ. Hallelujah. നീ രക്ഷിക്കപ്പെട്ടവനാണോ? ನೀನ್ ರಕ್ಷಣೆ ಹೊಂದಿರುವಂತ ವ್ಯಕ್ತಿ രക്ഷ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ರಕ್ಷಣೆ ನಿನಗೆ ಸಿಕ್ಕಿದ್ಯಾ? നീ എന്ത് പറയണം? ನೀನ್ ಏನ್ ಹೇಳಬೇಕು? എനിക്ക് തന്ന രക്ഷ, ನನಗೆ ಕೊಟ್ಟಂತ ರಕ್ಷಣೆ ദൈവം തന്ന രക്ഷ, ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದರಿಂದ എന്റെ ജീവനെ ನನ್ನ ಜೀವಿತವನ್ನು ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. Hallelujah. രക്ഷ കിട്ടിയിട്ടുണ്ടോ? ರಕ್ಷಣೆ ನಿಮಗೆ ಸಿಕ್ಕಿದ್ಯಾ? നീ ഒന്ന് പറഞ്ഞേ. ನಿಮಗೆ ಒಂದು ಹೇಳಿ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്. ನಾನು ರಕ್ಷಣೆ ಹೊಂದಿದಂತ ದೇವರ ಮಗನಾಗಿದ್ದೇನೆ. കർത്താവിനെ രക്ഷിച്ചു, ಕರ್ತನು ನನ್ನನ್ನು ರಕ್ಷಿಸಿದ, അവന്റെ പാപം പോക്കി തന്നു, ಅವನ ಪಾಪ ನಮ್ಮನ್ನು ಕಳೆದುಕೊಟ್ಟಿದ್ದಾನೆ. എന്നിൽ നിന്ന് ശിക്ഷാവധി മാറി. ನನ್ನಿಂದ ಶಿಕ್ಷೆಯನ್ನು ನೀಗಿಸಿದ್ದಾನೆ. ഞാനിപ്പോൾ ദൈവമകനാണ്. ನಾನು ಈಗ ದೇವರ ಮಗನಾಗಿದ್ದೇನೆ. ആണോ? ಹೌದಾ? ഹല്ലേലൂയ. Hallelujah. അങ്ങനെ പൗലോസ് പറയുകയാണ്, ಹಾಗೆ ಪೌಲನಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഞാൻ എന്റെ പ്രാണനെ വിലയിരുത്തുന്നില്ല. ನಾನು ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು ഇന്ന് പറ്റാത്ത ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, ಇವತ್ತು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ದೇವರ നീ ಮಗನಾಗಿದ್ದೇನೆ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, ರಕ್ಷಣೆ ಹೊಂದಿದಂತ ದೇವರ നീ ಮಗನಾಗಿದ್ದೇನೆ. സ്നാനപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, ದೇವರ ತೆಗೆದುಕೊಂಡ ದೇವರ നീ ಮಗನಾಗಿದ್ದೇನೆ. അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലാണെങ്കിൽ, ಅಭಿಷೇಕ ಹೊಂದಿರುವಂತ ದೇವರ ಮಗನಾಗಿದ್ದರೆ നീ പറയണം, ನೀನು ಹೇಳಬೇಕು, എന്റെ ജീവൻ എനിക്ക് തരാം, ನನ್ನ ಜೀವ ನಿನಗೆ ಒಪ್ಪಿಸಿಕೊಡುವನಾಗಿದ್ದೆ. എന്റെ ജീവൻ നിനക്ക് തരാം. ನನ್ನ ಜೀವ ನಿನಗೆ നീ ಒಪ್ಪಿಸಿಕೊಡುವನಾಗಿದ್ದೆ. എനിക്ക് ജീവനം തന്നു, ನೀ ನನಗೆ ಜೀವವನ್ನು എനിക്ക് ಕೊಟ್ಟೆ, രക്ഷ തന്നു, ನನಗೆ ರಕ್ಷಣೆಯನ್ನು ಕೊಟ್ಟೆ, എന്നെ ശിക്ഷയിൽ നിന്ന് മാറ്റി, ಶಿಕ್ಷೆಯನ್ನು ನನ್ನ എനിക്ക് ನೀಡಿದೆ, അനുഗ്രഹം തന്നു. ನನಗೆ ಆಶೀರ್ವಾದವನ್ನು ಕೊಟ್ಟೆ. ഞാനിപ്പോൾ ദൈവമകനാണ്. ನಾನು ದೇವರ ಮಗನಾಗಿದ್ದೆ. ദൈവം തന്നെ അംഗീകരിച്ചു. ದೇವರ ಮಗನಾಗಿ ನನ್ನನ್ನು അതുകൊണ്ട് ಅದರಿಂದ എന്റെ ജീവൻ ഞാൻ നിനക്ക് തരുവാൻ ನನ್ನ തയ്യാറാണ്. ಜೀವಿತವನ್ನು ನಿನಗೆ ಒಪ್ಪಿಸಿಕೊಡು. എന്റെ പ്രാണൻ ഞാൻ വിലയിരുത്തുന്നില്ല. ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು ತಿಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾ എന്നുണ്ടോ? ನೀವು ಆ ರೀತಿ ಹೇಳುವವರಾಗಿರ್ತೀರಾ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ನಿಮಗೆ ಆ ರೀತಿ ಹೇಳಕ್ಕಾಗುತ್ತದ? ദൈവമക്കൾക്ക് പറയാൻ കഴിയുമോ? ದೇವರ ಮಕ್ಕಳಿಗೆ ಈ ರೀತಿ ಹೇಳಕ್ಕಾಗುತ್ತದ? രക്ഷിക്കപ്പെട്ടവർക്ക് പറയാൻ കഴിയുമോ? ರಕ್ಷಣೆ ಹೊಂದಂತ ದೇವರು പറയാൻ കഴിയുമോ? ಹೇಳಕ್ಕಾಗುತ್ತದ? എന്ത്? ಏನಂತ? ഞാൻ എന്റെ പ്രാണനെ വിലയിരുത്തുന്നു. ನಾನು ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು ತಿಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾക്ക് വിദ്യാഭ്യാസമാണ് വലിയത്, ನಿಮಗೆ ವಿದ್ಯಾಭ್ಯಾಸನೇ ನಿಮಗೆ ದೊಡ್ಡದು, ജോലിയാണ് വലിയത്, ಕೆಲಸವಾಗಿದೆ ನಿಮಗೆ ದೊಡ್ಡದು, മറ്റുള്ളവർ മുന്നിൽ മാന്യതയാണ് വലിയത്, ಮತ್ತೊಬ್ಬರ ಮುಂದೆ ಮಾನಿಸುವುದೇ ನಿಮಗೆ വലിയ ದೊಡ್ಡದು. കെട്ടിടങ്ങൾ കെട്ടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ದೊಡ್ಡ ಒಂದು ಮನೆಯನ್ನು ಕಟ್ಟುವುದೇ ನಿಮಗೆ ലോകത്തിന് മുമ്പിൽ ಲೋಕದ ಜನ ಮುಂದೆ സമ്പന്നനാകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ಐಶ್ವರ್ಯವಂತನಾಗಬೇಕೆಂದು ನೀವು എന്നാൽ ಬಯಸುವರಾಗಿದ್ದೀರಾ. പാപം ക്ഷമിച്ചു തന്ന പൗലോസ് പറയുന്നത്, ಆದರೆ ಪಾಪವನ್ನು ಕ್ಷಮಿಸಿದಂತ ಪೌಲನು എന്റെ ಹೇಳ್ತಾನೆ, പാപം ക്ഷമിച്ചു തന്ന ദൈവമേ, ನನ್ನ ಪ್ರಾಣವನ್ನು ಕ್ಷಮಿಸಿದ, ನನ್ನ ಪಾಪವನ್ನು ಕ್ಷಮಿಸಿದ ഞാൻ എന്റെ പ്രാണനെ വിലയിരുത്തുന്നില്ല. ನನ್ನ ಪಾಪವನ್ನು ನನ್ನ ಬೆಲೆಯನ್ನು Hallelujah. Hallelujah. നിനക്ക് നിന്റെ പ്രാണം വലുതാണോ? ನಿಮಗೆ ನಿಮ್ಮ ಪ್ರಾಣ അതോ ಬೆಲೆಯಾಗಿರುವುದಾಗಿದೆ, നിനക്ക് ജോലിയാണോ വലുത്? ಇಲ್ಲ ನಿಮಗೆ ಕೆಲಸನ അതോ ದೊಡ್ಡದಾಗಿದೆ, പഠിപ്പാണോ വലുത്? ಇಲ್ಲ ಓದುವುದಾಗಿದೆ, അതോ ധനമാണോ വലുത്? ಇಲ್ಲ ಹಣಕಾಸು ನಿಮಗೆ ದೊಡ್ಡದು, നിന്റെ ജീവനാണോ നിനക്ക് വലുത്? ನಿಮ್ಮ ಜೀವಿತವಾಗಿದೆ ನಿಮಗೆ ದೊಡ್ಡದು. പൗലോസിനൊന്നും വിലയേറെ തോന്നിയില്ല. ಪೌಲನಿಗೆ ಯಾವುದು ಬೆಲೆಯಾಗಿ ತೋರಲಿಲ್ಲ. ദൈവത്തിന്റെ ജീവൻ അവന് കിട്ടിയപ്പോൾ, ದೇವರ ಜೀವ ಆತನಿಗೆ ಸಿಕ್ಕಿದ, പാപമോചനം ലഭിച്ചപ്പോൾ ಪಾಪ ವಿಮೋಚನೆ ಆತನಿಗೆ ಸಿಕ್ಕಿದ, അവൻ ദൈവത്തിന് വേണ്ടി പ്രാണനെ സമർപ്പിച്ചു. ದೇವರಿಗೋಸ್ಕರ ತನ್ನ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ಪ್ರಾಣ ഇന്ന് പൽക്കാലം നിന്റെ പ്രാണനെ ദൈവത്തിന് സമർപ്പിക്കും. ಇವತ್ತು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ನಿಮ್ಮ ಪ್ರಾಣವನ್ನು ದೇವರ ಕೈಯಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡುವರಾಗಿದೆ. രണ്ടാമത്തെ പൗലോസ് ചോദിക്കാം, ಎರಡನೇದಲ್ಲಿ ನಾವು ಕೇಳಬೇಕು, പൗലോസേ, ಪೌಲನೇ, നീ എന്തുകൊണ്ട് ജീവനെ എറിഞ്ഞു കൊടുത്തു? ನೀನು ಏನಕ್ಕೋಸ್ಕರ ಜೀವವನ್ನು ನೀನು ಕೊಟ್ಟೆ? ഗലാത്യലേഖനം 3:13 പറയുന്നു, ಗೆಳತಿ ಲೇಖನದಲ್ಲಿ ಈಗ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അവന്റെ ശാപം മാറ്റി തന്നു. ಆತನು ನನ್ನ ಶಾಪವನ್ನು ನೀಗಿಸಿದ್ದಾನೆ. എനിക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ ನನಗೋಸ್ಕರ ಕಲ್ವರಿ ಶಿಲುಬೆ എന്റെ കർത്താവ് യാഗമായി തീർന്നതിനാൽ ನನ್ನ ಕರ್ತನಾಗಿ ನಾನು ತಿಳ್ಕೊಂಡಿದ್ದೇನೆ. എന്റെ ശാപം മാറി. ನನ್ನ ಶಾಪವನ್ನು ഞാൻ ನೀಗಿದ್ದಾನೆ. അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ನಾನು ಆಶೀರ್ವಾದ എന്റെ ಹೊಂದಿರುವವನಾಗಿದ್ದೇನೆ. നിന്ന മാറി. ನನ್ನ ಒಂದು ನಿಂದೆ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ನಾನು ಆಶೀರ್ವಾದ ಹೊಂದಿದ್ದೇನೆ. ദൈവം എന്നെ സ്നേഹിച്ചു. ದೇವರು ನನ್ನನ್ನು ಪ್ರೀತಿಸಿದ್ದಾನೆ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ನಾನು ಆತನನ್ನು എന്റെ ಪ್ರೀತಿಸುವವನಾಗಿದ್ದೇನೆ. ജീവനെ ഞാൻ കൊടുക്കാൻ ನನ್ನ തയ്യാറാണ്. ಜೀವಿತವನ್ನು ಕೊಡೋದಕ್ಕೆ ನಾನು ಸಿದ್ಧನಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പൗലോസേ, ಪೌಲನೇ, നീ എന്തുകൊണ്ട് നിന്റെ ജീവനെ എറിഞ്ഞു കൊടുക്കുന്നു? ಏನಕ್ಕೋಸ್ಕರ ನಿನ್ನ ಜೀವವನ್ನು ನೀನು ಕೊಟ್ಟಿದ್ದೆ? അവൻ പറയാനുള്ളത് ಅವನಿಗೆ ಹೇಳೋದೇನು ಗೊತ್ತಾ? എന്നെ അവൻ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ನನ್ನ ಆತನು ಪ್ರೀತಿಸೋದು ಮಾತ್ರವಲ್ಲ, എന്റെ ശാപം എന്നിൽ നിന്ന് മാറ്റി. ನನ್ನ ಶಾಪವನ್ನು ಕೂಡ ನೀಗಿಸಿದ್ದಾನೆ. മൂന്നാമത്തെ കാരണം, ಮೂರನೇ ಕಾರಣ റോമാലേഖനത്തിന്റെ 1, ರೋಮಲೇಖನ 1, ഇപ്പോൾ ಈಗ ക്രിസ്തുയേശുവിന്റെ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ഒരു ശിക്ഷാവിധിയില്ല. ಒಂದು ಶಿಕ್ಷಾ ವಿಧಿ ನಮಗಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರ ಸ್ತುತಿಸೋಕ್ಕಾಗುತ್ತದಾ? കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ಕರಗಳನ್ನು ನೋಡಿದ ದೇವರ ಸ್ತುತಿಸೋಕ್ಕಾಗುತ್ತದಾ? ക്രിസ്തുയേശുവിന്റെ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ഒരു ശിക്ഷാവിധിയില്ല. ಯಾವ ಶಿಕ್ಷೆಯೂ ಕೂಡ ಇರುವುದಿಲ್ಲ. നിന്റെ ശിക്ഷാവിധി ನಿನ್ನ ಶಿಕ್ಷೆಯನ್ನು യേശു ക്രിസ്തു വന്നു. അവൻ ശരീരം വഹിച്ചു. നിനക്ക് ജീവൻ തരുവാൻ, നിനക്ക് സമൃദ്ധിയായി തരുവാൻ, നിന്നെ ശാപം മാറ്റുവാൻ, നിന്നെ നിർണ്ണയിക്കുവാൻ
ശിക്ഷാവിധി മാറ്റുവാൻ ನಿನ್ನನ್ನು ತೊಂದರೆ ನೀಗಿಸುವುದಕ್ಕೋಸ್ಕರ അവൻ ക്രൂശിന്മേൽ നിന്ന് യാഗമാക്കി. ಅವರು ಶಿಲುಬೆ ಮೇಲೆ ಯಜ್ಞವೇದಿಯಾಗಿ ಸಮರ್ಪಿಸಿದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? ദൈവജനമേ, ದೇವರ ಜನರೇ, നീ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ಅರ್ಥ ಮಾಡಿಕೊಂಡು അനേക ക്രിസ്തുവിനെ വേണ്ടെന്ന് വെച്ച് പിന്മാറുമ്പോൾ ಅನೇಕರು ಕ್ರಿಸ್ತನನ್ನು ಬೇಡ ಅಂತ ಹೇಳಿ ಹಿಂಜರಿಬೇಕಾದರೆ ദൈവമക്കളായ നാം എന്ത് പറയണം? ದೇವರ ಮಕ್ಕಳಾಗಿರುವಂತ ನಾವು ಏನ್ ಹೇಳುವುದಾಗಿದೆ? എന്ത് പറയും? ಏನ್ ಹೇಳ್ತೀರಾ? എന്ത് പറയും? ಏನ್ ಹೇಳುವುದಾಗಿದೆ? ഞാൻ എന്റെ പ്രാണനെ വിലയേറുന്നില്ല. ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು ತಿಳ್ಕೊತಾ ಇಲ್ಲ. അവൻ പറയാണ്, ಅವ್ರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, എന്റെ ഓട്ടം തയ്ക്കണം, എന്റെ ഓട്ടം തയ്ക്കണം, ನಯಿಸಬೇಕು, സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയണം, ಸುವಾರ್ತೆಯ ಒಂದು ಸಾಕ್ಷಿಯನ್ನು ಹೇಳಬೇಕು. കർത്താവായ യേശു തന്ന ശുശ്രൂഷ തയ്ക്കണം. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಕೊಟ್ಟಿದಂತ ಸುವಾರ್ತೆ ನೀಗಿಸಬೇಕು. 4 കാര്യം. ನಾಲ್ಕನೇ ഞാൻ എന്റെ പ്രാണനെ വിലയേറുന്നില്ല, ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ತಿಳ್ಕೊತಾ ಇಲ್ಲ. എന്റെ ഓട്ടം തയ്ക്കണം, ನನ್ನ ಓಟ ಮುಕ್ತಾಯವಾಯಿತು. സുവിശേഷത്തിന് വേണ്ടി ಸುವಾರ್ತೆಗೋಸ್ಕರ, സാക്ഷ്യം വഹിക്കണം. ಸಾಕ್ಷಿಗೋಸ್ಕರ കർത്താവായ യേശു തന്ന ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ശുശ്രൂഷ തികയ്ക്കണം. ಸುವಾರ್ತೆ ಮುಗಿದು ಹೋಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ ചിന്ത നിന്റെ മനസ്സിലുണ്ടോ? ಈ ಒಂದು ಚಿಂತೆ ನಿಮ್ಮ ಮನಸ್ಸಲ್ಲಿದೆಯಾ? നീ ശരിയായി രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, ಸರಿಯಾಗಿ ರಕ್ಷಣೆ നീ ಹೊಂದಿರುವುದಾಗಿದೆ, ശരിയായി സ്നാനപ്പെട്ടവനാണെങ്കിൽ, ಸರಿಯಾಗಿ ಕ್ರಿಸ್ತನ ಹೊಂದಿರುವಂತ നീ ശരിയായി പരിശുദ്ധാത്മ പ്രാപിച്ചെങ്കിൽ, ಸರಿಯಾಗಿ ಪರಿಶುದ್ಧಾತ್ಮ ಹೊಂದಿರುವಂತ നീ ശരിയായി ഘോഷിക്കണം കഴിക്കുന്നെങ്കിൽ, ಕರ್ತನ ಮೇಲೆ ಸರಿಯಾಗಿ നീ ತಗೊಳ್ಳುವುದಾಗಿದೆ, വീണ്ടും വന്ന് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുന്നെങ്കിൽ, ಮತ್ತೆ ಬರುವಂತ ಕರ್ತನ ಎದುರು ನೋಡುವುದಾಗಿದೆ. പൗലോസ് പറഞ്ഞ പ്രകാരം ಪೌಲನು ಹೇಳ್ತಾರೆ, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയിരുന്നില്ല, ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು എന്റെ ഓട്ടം തയ്ക്കണം, ನನ್ನ ಓಟ ಮುಕ್ತಾಯವಾಗಿದೆ, സുവിശേഷം സാക്ഷ്യം വഹിക്കണം, ಸುವಾರ್ತೆಯನ್ನು ನಾನು ಮುಗಿದಿದೆ. കർത്താവ് തന്ന ശുശ്രൂഷ തയ്ക്കണം. ಕರ್ತನ ಕೊಟ್ಟಂತ ಆ ಸುವಾರ್ತೆ ಮುಗಿಸಬೇಕು. Praise the Lord. Praise the Lord. എനിക്ക് ചിന്തയുണ്ടോ? ನಿಮಗೆ ಆ ರೀತಿ ಚಿಂತೆ ಇದೆಯಾ? ಹಲ್ಲೆಲೂಯಾ. ചിന്തയുണ്ടോ? ನಿಮಗೆ ಆ ರೀತಿ ಚಿಂತೆ നീ ಇದೆಯಾ? തയ്യാറുണ്ടോ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? നീ ദൈവത്തോട് പറയാൻ കഴിയുണ്ടോ? ದೇವರಿಗೆ ಕೇಳಕ್ಕಾಗ್ತದಾ? നിങ്ങൾ നെഞ്ഞത്ത് കൈകൾ നിങ്ങളൊന്ന് പറയുകേ, ನೀವು ಒಂದು ರೀತಿ ಹೇಳಿ, ഞാൻ എന്റെ പ്രാണനെ ನಾನು വിലയേറിയിരുന്നില്ല, ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು ತಿಳ್ಕೊತಾ ಇಲ್ಲ. എന്റെ ഓട്ടം തിരതോടി ഓട്ടം തയ്ക്കണം, ನನ್ನ ಓಟ ಓಡಿಕೊಂಡು ನಾನು ಮುಗಿಸಬೇಕು. സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം, ಸುವಾರ್ತೆಗೋಸ್ಕರ ಸಾಕ್ಷಿಯನ್ನು ನಾನು ನಯಿಸುವನಾಗಿರಬೇಕು. കർത്താവായ യേശു തന്ന ശുശ്രൂഷ തയ്ക്കണം. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಕೊಟ್ಟಂತ ಆ ಸುವಾರ್ತೆಯನ್ನು ನಾನು ಮುಗಿಸಬೇಕು. 2 കൊരിന്ത്യർ 2 ಕೊರಿಂಥ್ಯ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. 5ನೇ ಅಧ್ಯಾಯ 5:10. 10ನೇ ವಚನವನ್ನು ಓದುವರಾಗಿರೋ ನಾನು 5:10. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ആ. ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആ. അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ആ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അർത്ഥം മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അർത്ഥം മനസ്സിലായിക്കോ? ಅರ್ಥವನ್ನು ಅರ್ಥ ಮಾಡಿ വിശ്വാസിയെ നിങ്ങൾ അർത്ഥം മനസ്സിലായിക്കോ? ವಿಶ್ವಾಸಿಗಳು ನೀವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳಿ. അവനവൻ ശരീരത്തിൽ ചെയ്യുമ്പോൾ ಅವನವನ ಶರೀರದಲ್ಲಿ ಮಾಡಬೇಕಾದ್ರೆ ചെയ്ത് നല്ലതാകിലും തീയതാകിലും ಮಾಡಿರುವುದು ಒಳ್ಳೆಯದಾಗಿದ್ರು ಕೆಟ್ಟದಾಗಿದ್ರು അതിനൊത്തവണ്ണം പ്രാപിപ്പാൻ ಅದರ ರೀತಿಯಲ್ಲಿ ಒಪ್ಪು ಕೊಡುವುದಿಲ್ಲ. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഇരിക്കേണ്ടി ಕ್ರಿಸ್ತನ വരും. ನ್ಯಾಯಸ್ಥಾನದಲ್ಲಿ ಇರುವನಾಗಿದ್ದೇನೆ. ಹಲ್ಲೆಲೂಯಾ. നീ ചെയ്തതിന് പ്രതിഫലം തരുവാൻ. ನೀನು ಮಾಡಿದ್ದು ನಿನಗೆ ಪ್ರತಿಫಲ ಕೊಡುವುದು. അർത്ഥം മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? പൗലോസേ, ಪೌಲನೇ, നീ എന്തിന് ജീവനെ കൊടുക്കുന്നു? ನೀನೇನಕ್ಕೋಸ್ಕರ ಜೀವವನ್ನು ಕೊಡುವನಾಗಿರ್ತೀಯ? അവൻ പറയാണ്, ಅವನು ಹೇಳ್ತಾ ഞാൻ ಇದ್ದಾನೆ, ജീവനെ കൊടുത്താൽ ಆ ಜೀವವನ್ನು ಕೊಟ್ಟರೆ അവൻ എനിക്ക് ജീവനെ തരും. ಆತನು ನನಗೆ ಜೀವ ಹಿಂತಿರುಗಿ ഞാൻ ಕೊಡುವನಾಗಿದ್ದಾನೆ. സുവിശേഷം തികച്ചാൽ ಸುವಾರ್ತೆ ಮುಗಿಸಿದರೆ അതിന് കൂലി എനിക്ക് ಅದರ തരും. ಕೂಲಿಯನ್ನು ನನಗೆ എനിക്ക് ಕೊಡುವನಾಗಿದ್ದಾನೆ. പ്രതിഫലമുണ്ട്. ನನಗೆ ಪ್ರತಿಫಲ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞങ്ങളൊക്കെയും അതിരാവിലെ വന്ന് ഒരു സുവിശേഷം അറിയിക്കുമ്പോൾ ನಾವು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ಬಂದು ಸುವಾರ್ತೆಯನ್ನು ഞങ്ങൾ ತಿಳಿಸಬೇಕಾದ್ರೆ ചിന്ത എന്താണെന്നറിയാമോ? ನಮ್ಮ ಚಿಂತೆ ಏನು ಗೊತ್ತಾ? ഞങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ನನಗೆ ಪ್ರತಿಫಲ ಇದೆ, ഞങ്ങൾ സിംഹാസനമുണ്ട്, ನಮಗೆ ಸಿಂಹಾಸನ ಕೂಡ ಇದೆ. കർത്താവിന്റെ മുമ്പിൽ ಕರ್ತನ നിൽക്കുന്നു. ಮುಂದೆ ನಾವು ഞാൻ ನಿಲ್ಲುವುದಾಗಿದೆ. ചെയ്തതിന് പ്രതിഫലം ನಾವು തരും. ಮಾಡಿದಂತ ಪ್ರತಿಫಲ ನಮಗೆ പൗലോസേ, ಸಿಗುವುದಾಗಿದೆ. ಪೌಲನೇ, നീ എന്തുകൊണ്ട് ജീവനെ ನೀನು തരും? ಏನಕ್ಕೋಸ್ಕರ ಜೀವವನ್ನು ಕೊಡ್ತೀಯ? അവന് പറയാനുള്ളത്, ಅವನಿಗೆ ಹೇಳುವುದೇನೆಂದರೆ, ഒരു ദിവസം എനിക്ക് പ്രതിഫലം ಒಂದು തരുന്ന ದಿವಸ ನನಗೆ ദിവസമുണ്ട്. ಪ್ರತಿಫಲ ಇರುವಂತ ದಿವಸವಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. മറ്റൊരു കാര്യം പെട്ടെന്ന് പറയാം. ಮತ್ತೊಂದು ಹೇಳುವುದೇನೆಂದರೆ, 1 കൊരിന്ത്യർ 15:49. 1 ಕೊರಿಂಥ್ಯ 15:49 മണ്ണ് കൊള്ളുന്ന പ്രതിമ ധരിച്ചതുപോലെ ಮಣ್ಣಿನಿಂದ ಪ್ರತಿಮೆಯನ್ನು ಧರಿಸಿದ ರೀತಿಯಲ್ಲಿ സ്വർഗീയ പ്രതിമ ഞാൻ ധരിക്കുവോ? ಸ್ವರ್ಗದಲ್ಲಿರುವಂತಹ ಆ ಒಂದು ಪ್ರತಿಮೆಯನ್ನು ನಾವು ಧರಿಸುವರಾಗಿರಬೇಕು. ധൈര്യമായി പറയാൻ കഴിയുമോ? ಧೈರ್ಯವಾಗಿ ಹೇಳಕ್ಕಾಗುತ್ತದಾ? ಹಲ್ಲೆಲೂಯಾ. പറയാൻ കഴിയുമോ? ಹೇಳಕ್ಕಾಗುತ್ತಾ ಈ ರೀತಿಯಲ್ಲಿ? ഇവിടെ മലയാളികളുണ്ട്, കന്നഡക്കാരുണ്ട് അല്ലേ? ಇಲ್ಲಿ ಮಲಯಾಳದವರು ಇದ್ದಾರೆ, ಕನ್ನಡದವರು ಇದ್ದಾರೆ. മലയാളം പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? ಮಲಯಾಳಂ ಹೇಳಿ ನಿಮ್ಗೆ ಅರ್ಥವಾಗ್ತಾ ಇಲ್ವಾ? എനിക്ക് പറയാൻ കഴിയുമോ? ನಿಮ್ಗೆ ಹೇಳಕ್ಕಾಗ್ತದಾ? ಹಲ್ಲೆಲೂಯಾ. മണ്ണിലുള്ള പ്രതിമ ധരിച്ചതുപോലെ ಮಣ್ಣಿನ ಆ ಒಂದು
ಒಂದು ರೂಪವನ್ನು ಪ್ರತಿಮೆಯನ್ನು ಧರಿಸಿದ ರೀತಿಯಲ್ಲಿ ഞാൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. ನಾನು ಈ ರೀತಿಯ ಸ್ವರ್ಗದ ಒಂದು ಪ್ರತಿಮೆಯನ್ನು ನಾನು ಧರಿಸುವುದಾಗಿದೆ. ധരിക്കുമോ? ಆಗುತ್ತಾ? എന്തിനാണ് ജീവൻ വെച്ചത്? ಏನಕ್ಕೋಸ್ಕರ ನಾನು ಜೀವ ಕೊಟ್ಟಿದ್ದು? എന്തിനാണ് ജീവൻ വേണ്ടെന്ന് പറഞ്ഞത്? ಏನಕ್ಕೋಸ್ಕರ ಜೀವ ಬೇಡ ಅಂತ ಹೇಳಿ സ്വർഗീയന്റെ പ്രതിമ ഞാൻ ധരിക്കും. ಸ್ವರ್ಗದ ಒಂದು ಪ್ರತಿಮೆಯನ್ನು ನಾನು ಧರಿಸ್ತೀನಿ ಅಂತ ಹೇಳುವಂತ ನಂಬಿಕೆ ಇದೆ. വിശ്വാസിയെ, ನಾನು ವಿಶ್ವಾಸಿಯೇ. നീ ആരെ പ്രതിമ ധരിക്കും? ನೀನು ಯಾರ ಪ್ರತಿಮೆಯನ್ನು ನೀನು ಧರಿಸ್ತೀಯ? അവൻ തേജസ്സുള്ളവനായിരിക്കുന്നത് പോലെ, ತೇಜಸ್ಸುಳ್ಳವ ರೀತಿಯಲ್ಲಿ, അവൻ മഹിമയുള്ളത് പോലെ, ಮಹಿಮೆಯುಳ್ಳ ರೀತಿಯಲ್ಲಿ, നാം അവനെ കാണുന്നതുകൊണ്ട് ಅದನ್ನು ನೋಡುವುದರಿಂದ നാം അവനോട് സത്യസന്ധരായിത്തീരും. ನಾನು ಅದರೊಟ್ಟಿಗೆ ನಾನು ಇರುವನಾಗಿರ್ತೇನೆ. ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മമാണ് ಇದೇ ഈ ಕ್ರೈಸ್ತ ಜೀವಿತದ ಒಂದು ಮರ್ಮವಾಗಿದೆ. ഒന്ന് പാപം ക്ഷമിച്ചത്, ಒಂದು ಪಾಪವನ್ನು രണ്ട് ಕ್ಷಮಿಸುವನಾಗಿದ್ದೇನೆ, നിന്റെ ശാപം ಎರಡು ക്ഷമിച്ചത്, ಶಾಪವನ್ನು മൂന്ന് ಕ್ಷಮಿಸುವನಾಗಿದ್ದೇನೆ, നിന്റെ ശിക്ഷാവധി മാറ്റിത്തന്നു, ಮೂರನೇದು ನಿಮ್ಮ ಶಿಕ್ಷಾ ವಿಧಿಯನ್ನು ನೀಗಿಸುವನಾಗಿದ್ದೇನೆ, നാല് ನಾಲ್ಕನೇದು നീ സിംഹാസനം നിനക്ക് പ്രതിഫലം തരും, ನೀನು ಸಿಂಹಾಸನದಲ್ಲಿ ಕೂತ್ಕೊಳ್ಬೇಕಾದ್ರೆ ನಿನಗೆ അഞ്ചാമത്തെ കാര്യം ಐದನೇ ಕಾರ್ಯ സ്വർഗീയ പ്രതിമ നീ ധരിക്കും. ಸ್ವರ್ಗದ ಆ ಒಂದು ಪ್ರತಿಮೆಯನ್ನು ನೀನು ಧರಿಸುವನಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ಇದು ಅರ್ಥವಾಗಿದ ನಂತರ നീ പറയും, ನೀನು ಹೇಳ್ತೀಯ, ഞങ്ങൾക്കിത് മനസ്സിലാക്കിയപ്പോഴാണ് ನಾವೆಲ್ಲ ಇದು ಅರ್ಥ ಮಾಡಿದುಕೊಂಡಿದ್ದರಿಂದ പുസ്തകം എടുത്തിട്ട് ಆ ಪುಸ್ತಕವನ್ನು ತೆಗೆದುಕೊಂಡು തെരുവീതിയിൽ പ്രസംഗിക്കാൻ നടന്നു. ದಾರಿಯಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಿ ನಡೆದಿವಿ. കഷ്ടം സഹിച്ചു, ಕಷ್ಟವನ್ನು ಸಹಿಸಿಕೊಂಡು നെടുവീർപ്പടി വന്നു, ಅನೇಕ ಕಷ್ಟಗಳು, രോഗം സഹിച്ചു, ರೋಗಗಳನ್ನು ಸಹಿಸಿಕೊಂಡು വേദന സഹിച്ചു, ವೇದನೆಗಳನ್ನು ಸಹಿಸಿಕೊಂಡು പ്രശ്നങ്ങൾ ദൈവത്തിന് പരിഹാരം ഉണ്ടെന്ന് വിശ്വസിച്ചു. ದೇವರು ನಮಗೆ ಪ್ರಶ್ನೆಗೆ ಪರಿಹಾರ ಕೊಡ್ತಾನೆ. ഞങ്ങൾ ധീരതയോടെ കുടുംബമായി ദൈവത്തെ സേവിക്കുന്ന കാരണം ಕುಟುಂಬವಾಗಿ ನಾವು ಸೇವಿಸುವುದ ಕಾರಣವೇನೆಂದರೆ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ನಮಗೊಂದು ಕಾರಣ ಗೊತ್ತಿದೆ. കൂടാരമായ ഞങ്ങൾ ഭവനമായി പോയാൽ ಗುಡರವಾಗಿರುವಂತೆ ಇದು ಹೀಗೆ ಹೋಗಿದ್ದಾರೆ കൈപ്പണില്ലാത്ത നിത്യഭവനം ഞങ്ങൾ സ്വർഗത്തിലുണ്ട്. ಆಗ ಕೈ ಕೆಲಸ ಮಾಡದೇ ಇರುವಂತ ಒಂದು ನಿತ್ಯದ ಒಂದು ಮನೆಯನ್ನು ನಮಗೆ ಸಿದ್ಧಪಡಿಸಿಕೊಳ್ಳಲಾಗಿರುತ್ತದೆ. ഞങ്ങൾക്ക് ദർശനം കിട്ടി. ಅದು ನಮಗೆ ಕೇಳಿ ನಮಗೆ ದರ್ಶನವನ್ನು ನಮಗೆ ಸಿಕ್ಕಿದೆ. വിശ്വാസിയെ, ವಿಶ್ವಾಸಿಯೇ, എനിക്ക് അത് ദർശനം കിട്ടിയോ? ನಿನಗೆ ಅದು ದರ್ಶನ ನಿನಗೆ ಸಿಕ್ತಾ? പാപം ക്ഷമിച്ചെന്ന് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ? ಪಾಪ ನಮ್ಮನ್ನು ಕ್ಷಮಿಸಿದ್ದಾನೆ ಅಂತ ಹೇಳಿ ನಿಮಗೆ ಧೈರ್ಯವಾಗಿ ಹೇಳಕ್ಕಾಗುತ್ತಾ? ശാപം മാറിയിട്ടെന്ന് പറയാൻ കഴിയുമോ? ಶಾಪ ನಮ್ಮಿಂದ ನೀಗಿಸಿದ್ದಾನೆ ಅಂತ എനിക്ക് ಹೇಳಕ್ಕೆ ശിക്ഷാവിധി ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ನಿಮಗೆ ಶಿಕ್ಷೆ ವಿಧಿ ಇಲ್ಲ ಅಂತ ಹೇಳಕ್ಕೆ ನಿಮಗೆ ಧೈರ್ಯ ಹೇಳಕ್ಕೆ ഞാൻ ഒരു ദിവസം അവനെ പോലെ ആയിത്തീരുമെന്ന് പറയാൻ കഴിയുമോ? ಆತನ ರೀತಿಯಲ್ಲಿ ಆಗುತ್ತೇನೆ ಅಂತ ಹೇಳುವನಾಗಿರ್ತೀಯ. മണ്ണ് കൊണ്ട് എന്റെ പ്രതിമ ധരിച്ചു പോലെ. ಮಣ್ಣಿಂದ ಆ ಪ್ರತಿಮೆಯನ್ನು ಧರಿಸಿದ ರೀತಿ. എന്റെ പ്രതിമ മണ്ണല്ലേ? ಇವಾಗ ನಿಮ್ಮ ಒಂದು ಪ್ರತಿಮೆ ಮಣ್ಣಾಗಿದೆಯಲ್ಲ, ആകർന്നൊലിക്കുമ്പോൾ ತುತ್ತೂರಿ ಶಬ್ದ ಓದಬೇಕು. ദൈവത്തിന്റെ ശരീരം ದೇವರ അവിടെ ಶರೀರದಲ್ಲಿ ಬರುವುದಾಗಿದೆ. നീ മരിച്ചു നിന്ന് പോയാലും, ನೀನಾದರೂ ಮೀನು ತಿಂದು ಹೋಗಿದರು, നിന്നെ മൃഗം നിന്ന് പോയാലും, ಇದನ್ನು ಮೃಗಗಳು ತಿಂದು ಹೋಗಿದರು, നീ തീക്കിരയായി ഭസ്മമായി പോയാലും, ಬೆಂಕಿಯಲ್ಲಿ ಭಸ್ಮವಾಗಿ ಹೋಗಿದರು, നീ സമുദ്രത്തിൽ പൊടിയായി പോയാലും, ಸಮುದ್ರದಲ್ಲಿ പൊടിಯಾಗಿ ಮಾರ್ಪಟ್ಟರು ಕೂಡ പൗലോസ് പറയാണ്, ಅವರನ್ನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, എന്നെ ഒരു ദിവസത്തെ കർത്താവ് വിളിച്ചു വരുത്തു. ನನ್ನ ಒಂದು ದಿವಸ ಕರ್ತನು ನಮ್ಮನ್ನು ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പറയാൻ കഴിയുമോ? ಹೇಳಕ್ಕಾಗ್ತದ? നീ എഴുന്നേറ്റ് വരുമോ? ನೀನ್ ಎದ್ದು ಬರ್ತೀಯ? നീ അവനെ രൂപം കഴിക്കുമോ? ನೀನ್ ಆತನ ರೂಪ ಧರಿಸ್ತೀಯ? ಹಲ್ಲೆಲೂಯಾ. അതിന് നീ രക്ഷയപ്പെടണം. അതിന് രക്ഷಣೆ ಎಂದು നീ സ്നാനം നൽകണം. ನೀನು ಜಿಸ್ತಾನ നീ ತೆಗೆದುಕೊಂಡು പരിശുദ്ധാത്മാവ് ಪರಿಶುದ್ಧಾತ್ಮವನ್ನು നീ ഹോളികമായി കഴിക്കണം. ಕರ್ತನ ತಗೊಳ್ಳುವನಾಗಿ, അപ്പം ഓർക്കണം, ರೊಟ್ಟಿಯನ್ನು ಮುರಿಯುವನಾಗಿ, കൂട്ടായ്മ ആചരിക്കണം, ಜೊತೆ ಪ್ರಾರ್ಥನೆ ಸೇರುವನಾಗಿ, കഴിക്കണം, ಪ್ರಾರ್ಥನೆ ಮಾಡುವನಾಗಿ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ಅಪೊಸ್ತಲರ ಉಪದೇಶವನ್ನು ഇത് ಕೇಳುವನಾಗಿ, കഴിയുമ്പോൾ ಇದು ಕೇಳಬೇಕಾದರೆ ನಮ್ಮ ಪ್ರಾಣವನ್ನು ನಮ್ಮ ಪ್ರಾಣವನ್ನು ನಾವು ಕೊಡುವುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. 1 കൊരിന്ത്യർ 15 55 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1 ಕೊರಿಂಥ್ಯ 15:55 ഒന്ന് വായിക്കാം. 15:55 ಓದುವರಾಗಿರೋಣ. 1 ಕೊರಿಂಥ್ಯ 15:55. ಮರಣವೇ ನಿನ್ನ ಜಯದಲ್ಲಿ, ಮರಣವೇ ನಿನ್ನ ವಿಷದ ಕೊಂಡಿಯಲ್ಲಿ, ಮರಣದ ಕೊಂಡಿ ಪಾಪವೇ ಮತ್ತು ಪಾಪದ ಬಲಕ್ಕೆ ಆಧಾರ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ಮನೆ ಹೋಗಿ ಓದುವರಾಗಿರೋದು. ജീവനെ വലിച്ചെറിയാൻ തയ്യാറായ പൗലോസ് പറയണേ, ಆ ಜೀವವನ್ನು ಎಸೆದು ಬಿಡೋದಕ್ಕೋಸ್ಕರ ಸಿದ್ಧನಾಗಿರುವಂತ ഏ മരണമേ നിന്റെ ജയം എവിടെ? ಏ ಮರಣವೇ ನಿನ್ನ ಭಯದಲ್ಲಿ, ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ಏ ಮರಣವೇ ನಿನ್ನ ವಿಷದ ಕುಂಡಿಯಲ್ಲಿ. മരണം എനിക്ക് പേടിയുന്നില്ല. ಮರಣ ನಿನಗೆ ಭಯವಿದೆಯಾ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മരണത്തെ കുറിച്ച് ഭയമില്ല. ರಕ್ಷಣೆ ಹೊಂದಿ ಕ್ರಿಸ್ತನ ತೆಗೆದುಕೊಂಡು ಪವಿತ್ರಾತ್ಮ ಹೊಂದಿರುವಂತ ವ್ಯಕ್ತಿಗೆ ಆ ಮರಣದ ಕುರಿತು ಭಯವಿಲ್ಲ. എനിക്ക് ഭയണ്ട. ನಿಮಗೆ ಭಯವಿದೆಯಾ? ചിന്തിച്ചാൽ ഭയമുണ്ടോ? ಒಂದು ಚಿಂತೆ ಮಾಡಿ ನೋಡಿ, ನಿಮಗೆ ಭಯವಿದೆಯಾ? മരണത്തിന് ഭയമുണ്ടോ? ಮರಣದ ಭಯವಿದೆಯಾ? പൗലോസിന് ഭയമുണ്ടോ? ಪೌಲೋಸ್ಗೆ ಭಯವಿದೆಯಾ? പൗലോസ് പറയുന്നതറിയാമോ? ಪೌಲನು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഏ മരണമേ ಏ നിന്റെ ಮರಣವೇ, ജയം എവിടെ? ನಿನ್ನ ಜಯವೆಲ್ಲಿದೆ? ഏ മരണമേ നിന്റെ ജയം എവിടെ? ಮರಣವೇ, ನಿನ್ನ ವಿಷದ ಗುಂಡಿ എന്റെ കർത്താവ് ನನ್ನ ಕರ್ತನು എനിക്ക് വേണ്ടി മരിച്ചത് പോലെ ನನಗೋಸ್ಕರ ಮರಣ ಹೊಂದಿದ ರೀತಿಯಲ್ಲಿ എനിക്ക്
മരണമില്ല. ನನಗೆ ಮರಣವಿಲ್ಲ. യേശു ക്രിസ്തു പറഞ്ഞു, ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದನು, എന്നിൽ വിശ്വസിക്കുന്നവൻ ನನ್ನನ್ನು ನಂಬುವಂತ ವ್ಯಕ್ತಿ മരിച്ചാൽ ജീവിച്ചു. ಮರಣ ಹೊಂದಿದ್ರು ಕೂಡ ജീവിച്ചിരുന്ന ಜೀವಿಸಿದ್ದುಕೊಂಡು എന്നിൽ വിശ്വസിക്കുന്നവൻ ನನ್ನನ್ನು ನಂಬುವಂತ ವ್ಯಕ್ತಿ ഒരു നാളും ಒಂದು ದಿನ മരിക്കുന്നില്ല. ಮರಣವನ್ನು ಹೊಂದೋದಿಲ್ಲ. വിശ്വാസിക്ക് മനസ്സിലായോ? ನಾವು ವಿಶ್ವಾಸಿಗಳಿಗೆ ಅರ್ಥವಾಯ್ತಾ? ചില വിശ്വാസി പോകുന്നു പുറത്ത് നിങ്ങൾക്ക് വേണ്ടാന്ന് എക്സ് ബന്ധിക്കോസാരനാവുന്നു. ಕೆಲವೊಬ್ರು ಏನ್ ಮಾಡ್ತಾರೆ, ನಂಬಿಕೆಯಿಂದ ಬಿಟ್ಟು ಹೋಗಿ ಬೆಂದಿಕೋಸ್ ಉಪದೇಶ ಕೇಳದೆ ಅವರು ಒಂದು ಹೋಗುವವರಾಗಿರ್ತಾರೆ. അവര് എക്സ് ബന്ധിക്കോസ് എന്ന് പറഞ്ഞ പിന്മാറ്റ ബന്ധിക്കോസ്. ಅವರು ಎಕ್ಸ್ ಬೆಂದಿಕೋಸ್ ಅಂತಂದ್ರೆ ಅವರು ಹಿಂಜರಿಗಿದಂತ ಒಂದು ಬೆಂದಿಕೋಸ್ ಇದಾಗಿದೆ. അങ്ങനെയാണോ നീ? ಹಾಗೇನಾ ನೀವು? ഹല്ലേലൂയ. ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുക. ನಾವು ಗುರಿಗೆ ನಾವು ಓಡಿ ಹೋಗುವವರಾಗಿರಬೇಕು. ಪ್ರತಿಫಲ ಆತನು ಕೊಡುವವನಾಗಿರ್ತಾನೆ. ഒരു ദിവസം അവന്റെ രൂപം നാം പ്രാപിക്കും. ಒಂದು ದಿವಸ ಆತನು ನಮ್ಮ ರೂಪವನ್ನು ಧರಿಸಿಕೊಳ್ಳುವನಾಗಿರ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആരുടെ രൂപം? ಯಾರ ರೂಪ? ആരുടെ രൂപം? ಯಾರ ರೂಪ ನಾವು ಧರಿಸಿಕೊಳ್ಳುವುದು? ಯಾರ ರೂಪ? പറയേ. ಯಾರ ರೂಪ ನಾವು ಧರಿಸಿಕೊಳ್ಳುವುದು? എന്റെ ദൈവത്തിന്റെ രൂപം, ನನ್ನ ದೇವರ ರೂಪ, എന്റെ കർത്താവിന്റെ രൂപം. ಕರ್ತನ ರೂಪ. നാം അവനെ കാണാതാക്കൊണ്ട് ನಾನು ಆತನನ್ನು ನೋಡುವುದರಿಂದ നാം അവനോട് സദൃശന്മാരായി ನಾವು ಆತನೊಟ್ಟಿಗೆ ಮರೆಯಾಗಿರುವುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആവുമോ? ಆಗ್ತೀರಾ? ആകുന്ന നിശ്ചയമുള്ളതാണ്. ಆಗುವುದಂತ ನಿಶ್ಚಯ ಇರುವಂತ ವ್ಯಕ್ತಿ. ഒരു മിനിറ്റ് കൈയടിച്ച് ಒಂದು ನಿಮಿಷ ಕರಗಳನ್ನು ತಟ್ಟಿ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ತಟ್ಟಿಕೊಂಡು അവന്റെ രൂപം പ്രാപിക്കും. ಆತನ ರೂಪವನ್ನು ಧರಿಸಿಕೊಳ್ಳುವ അവനെ പറയാതിരിക്കോ? ಆತನಿಗೆ ಆಗ್ತೀರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. 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 ആരുടെ രൂപം? ആരുടെ രൂപം? ಯಾರ ರೂಪ? യേശപ്പന്റെ രൂപം. ಯೇಸು ಕ್ರಿಸ್ತನ ರೂಪವನ್ನು യേശു കർത്താവിന്റെ രൂപം. ಯೇಸು ಕ್ರಿಸ್ತನ ರೂಪವನ್ನು എന്നെ സൃഷ്ടിച്ച കർത്താവിന്റെ രൂപം. ಸೃಷ್ಟಿಸಿದಂತ ಕರ್ತನ ರೂಪವನ್ನು എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ രൂപം. ಮರಣಹೊಂದಿದ ಕರ್ತನ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തുവിന്റെ രൂപം. ರೂಪವನ್ನು എന്റെ കർത്താവിന്റെ രൂപം ഞാൻ പ്രാപിക്കും. ನಾನು ಹೊಂದುವನಾಗಿರ್ತೇನೆ. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ಇದಾಗಿದೆ ಕ್ರೈಸ್ತ ಜೀವಿತ. ഇത് ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ನಮ್ಮ ಒಳಗೆ ಬರಬೇಕಾದ್ರೆ ഞങ്ങൾ പാടി, ನಾವು ಹಾಡಿಕೊಂಡು ലോകം വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, ಲೋಕ ಬೇಡ, ಲೋಕದ ಯಾವ ಇಬ್ಬ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താതേ സന്നിധി ചേർന്നാൽ മതി. അർത്ഥയ്യ, ಅರ್ಥವಾಯ್ತಾ? എനിക്കിപ്പോ ലോകം വേണം, ನಿಮಗೀಗ ಲೋಕ ಬೇಕು, ലോകത്തിലുള്ളത് വേണം, ಲೋಕದಲ್ಲಿರುವಂತದ್ದೆಲ್ಲ പേ- ಬೇಕು, പേര് വേണം, ಹೆಸರು ಬೇಕು, പെരുമ വേണം, ಒಂದು ಮಹತ್ವ ಬೇಕು, സമ്പത്ത് വേണം. ದುಡ್ಡು ಬೇಕು, ആ നല്ല നല്ല കാര്യങ്ങൾ ಒಳ್ಳೆ കിടക്കണം. ಒಳ್ಳೆ ಕಾರ್ಯಗಳು ಮಾಡಬೇಕು. ഇതൊക്കെ നല്ലതാണ്. ಇದೆಲ್ಲ ಒಳ್ಳೆದೇ. എന്നാൽ ಆದರೆ ഒരുവൻ ക്രിസ്തുവിലായ ಅವನು ಕ್ರಿಸ್ತನಲ್ಲಿ അവൻ ಇದ್ದರೆ പുതിയ സൃഷ്ടിയായി. ಅವನು ಹೊಸ ಸೃಷ್ಟಿಯಾಗಿ പഴയത് കഴിഞ്ഞു ಅವನ പോയി. ಜೀವಿತದಲ್ಲಿ ಹಳೆದು ಉಂಟು. വിശ്വാസിയെ ವಿಶ್ವಾಸಿಯೇ ഈ പുതിയതായി തീർന്നു. ಹೊಸ ವ್ಯಕ್ತಿಯಾಗಿ രക്ഷ പ്രാപിച്ചു. ರಕ್ಷಣೆ ശിക്ഷയിൽ ഒഴിവായി. ಶಿಕ್ಷೆಯಿಂದ ತಪ್ಪಿಸಿ ശാപം മാറി. ಕಾರಣವಾಯಿತು. നീ അവനെ പോലായി തീരുവാ. ನೀನು ಆತನ ರೀತಿ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ಸಿದ್ಧಪಡಿಸಿಕೊಳ್ಳುವನಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരുങ്ങുന്നുണ്ടാ? ഒരുങ്ങുന്നുണ്ടാ? ಸಿದ್ಧತೆಯಾಗಲ್ಪಟ್ಟ നിന്റെ ഹൃദയത്തിൽ കത്തുന്നുണ്ടാ? ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಆ ಬೆಂಕಿ ಹತ್ತಾ നീ ಇದೆ. ക്രിസ്തുവിന് വേണ്ടി തയ്യാറുണ്ടോ? ಕ್ರಿಸ್ತನಿಗೋಸ್ಕರ ತಯಾರಾಗಿದ್ದೀರಾ? എന്റെ ജീവൻ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ನನ್ನ ಜೀವಿತವನ್ನು ನಾನು ದೇವರಿಗೋಸ್ಕರ ಕೊಡೋದಕ್ಕೆ. ഈ 49 സങ്കീർത്തനത്തിന്റെ 9 വാക്യം വായിക്കുമ്പോൾ 49ನೇ ಕೀರ್ತನೆ 9ನೇ ವಚನ ಓದಬೇಕು. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ಮನುಷ್ಯನ ಒಂದು ಆ ಬಿಡಿಸಿರುವಂತ ರಕ್ಷಣೆ അവന്റെ ವಿಮೋಚನೆ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയത്. ಆ ವಿಮೋಚನೆ ಒಂದು ದೊಡ್ಡ ಮಹತ್ವವಾಗಿದೆ. അതാർക്കും കൊടുത്തില്ല. ಅದು ಯಾರಿಗೂ ಕೊಟ್ಟಿಲ್ಲ. നിന്റെ വീണ്ടെടുപ്പ് ആരും കൊടുത്തു? ನಿನಗೆ ರಕ್ಷಣೆ ಯಾರು ಕೊಟ್ರ? ആരും കൊടുക്കാൻ സാധിച്ചില്ല. ಯಾರಿಗೂ ಕೊಡಕ್ಕೆ അത് ಸಾಧ್ಯ നിന്റെ സൃഷ്ടാവ് ನಿನ್ನ ಸೃಷ್ಟಿಕರ್ತನು ഭൂമിയിലേക്ക് വന്ന് ಭೂಮಿಗೆ ಬಂದು നിന്നെ സൃഷ്ടിച്ചതുപോലെ ನಿನ್ನ ಸೃಷ್ಟಿಸಿದ ರೀತಿಯಲ್ಲಿ അവൻ നിന്റെ പാപത്തിന് വേണ്ടി ಆತ ನಿನ್ನ ಪಾಪದ അവൻ കാൽവരി ക്രൂശിൽ യാഗമായി ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಬಲಿಯಾಗಿದೆ. അവൻ മുൾക്കിരീടം ധരിച്ചു. ಅವನು ಮುಳ್ಳಿನ ಕಿರೀಟವನ್ನು അവൻ ಧರಿಸಿದ. കൈകാലുകൾ ആണികളാൽ ಅವನ തുളയ്ക്കപ്പെട്ടു. ಕೈ ಮತ್ತೆ ಕಾಲು ಮೊಳೆಯಿಂದ ಮೊಳೆ ಕೊಟ್ಟರು. അവന് വിലാപത്തവും തേച്ചു. ಅವನ ಪಕ್ಕೆಯಲ್ಲಿ ಚುಚ್ಚಿದರು. അവൻ അർത്ഥനഗ്നായി ക്രൂശിക്കപ്പെട്ടപ്പോൾ ಅರ್ಧನಗ್ನ ಬೆತ್ತಲೆಯಾಗಿದ್ದನು. അവൻ ഇപ്രകാരം പറഞ്ഞു, ಅವರು ಈ ಪ್ರಕಾರ ಹೇಳಿದರು, എന്റെ ദൈവമേ, ನನ್ನ ಜೀವಿತವೇ, എന്റെ ദൈവമേ, ನನ್ನ ದೇವರೇ, നീ എന്നെ കൈവിട്ടതെന്ത്? ನಿನ್ನನ್ನು ಕೈ ಬಿಟ್ಟಿರುವುದೇಕೆ? പിതാവ് പറഞ്ഞു, ತಂದೆ ಹೇಳಿದನು, അനേക പുത്രന്മാരെ ಅನೇಕ ಪುತ್ರರನ್ನು തേജസ്സിലേക്ക് വഴി നടത്തണം. ತೇಜಸ್ಸಿಗೆ ದಾರಿ ಸಿದ್ಧಪಡಿಸಬೇಕು. എന്റെ തേജസ് ನನ್ನ ತೇಜಸ್ಸು പുത്രനായി എനിക്ക് തന്നുവെങ്കിൽ ಪುತ್ರನಾಗಿ ನಿನಗೆ ಬಂದಿರುವುದರಿಂದ നിന്റെ തേജസ് ನಿನ್ನ തേಜಸ್ಸು നിന്റെ ജനത്തിന് നിന്റെ മക്കൾക്ക് കൊടുക്കണം. ನನ್ನ ಜನರಿಗೆ, ನನ್ನ ಮಕ್ಕಳಿಗೆ ನೀನು ಕೊಡುವುದು. അതിനുവേണ്ടി നീ ക്രൂശിന്മേൽ
ಅದಕ್ಕೋಸ್ಕರ ನೀನು ಶಿಲುಬೆಯಲ್ಲಿ ಬಲಿಯಾಗಬೇಕು. അവന്റെ വീണ്ടെടുപ്പാണോ? ಆತನ ಒಂದು ವಿಮೋಚನೆ ಇದು. വീണ്ടെടുപ്പ് കൊടുപ്പാണോ? ನಾವು ആർക്കും സാധിക്കില്ല. ಅದು ಯಾರಿಗೆ ಸಾಧ್ಯವಾಗಿಲ್ಲ. എന്നാൽ ആര് കൊടുത്തു? ಅದು ಯಾರು ಕೊಟ್ಟನಂತೆ? യേശു ക്രിസ്തു. ಯೇಸು ಕ್ರಿಸ್ತನು ಆತ ನಿಮಗೋಸ್ಕರ ಕೊಟ್ಟಿದ್ದಾನಂತೆ. ഒരു പാട്ടിനെ പാടുമോ? ಒಂದು ಹಾಡನ್ನು ಹಾಡು. ഇത്ര സ്നേഹിച്ചാലും പോരാ. ಇಷ್ಟು ಪ್ರೀತಿ ಮಾಡಿದ್ರು ಸಾಲದು. ഹല്ലേലൂയ. ഒരു പാട്ടിനെ കേൾക്കുക. ഇത്രയും സ്നേഹിച്ചാൽ പോരാ. ഹല്ലേലൂയ. ഇത്രയും ആരാധിച്ചാൽ പോരാ. ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ. പാട്ട് കിട്ടുന്നവർക്ക് കൈ പാടാം. ಎಲ್ಲರೂ ಕರಗಳನ್ನು ಮೇಲೆತ್ತಿ ಹಾಡಬೇಕು. ಆಜೆ ಆಗಿದೆ ನನ್ನ ಆಸೆ. സഹോദരി എഴുതുകയാണ്. ರೋಗಿಯಾಗಿರುವಂತ ಒಂದು ಸಹೋದರಿ ಹೀಗೆ ಬರೆಯುವುದಾണ്. ഭർത്താവ് തളർന്നു കിടക്കുകയാണ്. ಗಂಡನು ಮರಣದಲ್ಲಿದ್ದಾನೆ. ആ സഹോദരി ക്യാൻസറിലേക്ക് എടുക്കുകയാണ്. ಆ ಒಂದು ಸಹೋದರಿ ಕ್ಯಾನ್ಸರ್ ರೋಗದಿಂದ ഈ ಇದ್ದಾಳೆ. മർമ്മം മനസ്സിലായപ്പോൾ ಈ ಮರ್ಮವನ್ನು ತಿಳಿದುಕೊಂಡಾಗ അവർ പറയാണ്, ಆ ವ್ಯಕ್ತಿ എന്റെ ಹೇಳುವುದೇನೆಂದರೆ, ജീവനെ ನನ್ನ ಜೀವವನ್ನು ഞാൻ എനിക്ക് തരത്തില്ല. ನಾನು ನಿನಗೆ ಕೊಡುವನಾಗಿದ್ದೇನೆ. ഇത്രയും സ്നേഹിച്ചാ പോരാ. ಪ್ರೀತಿ ಮಾಡೋದು ಸಾಲದು. ഞാൻ ഇത്രയും നിന്നെ അനുഗമിച്ച പോരാ. ನಿನ್ನನ್ನು ಹಿಂಬಾಲಿಸೋದು ಸಾಲದು. എനിക്ക് ചിലത് തന്നാ പോരാ. ಕೊಡೋದು ಸಾಲದು. എന്നെയും എനിക്കുള്ളതെയും ನನಗೆ സമർപ്പിക്കുന്നു. ಇರುವುದು ಎಲ್ಲ ಸಂಪತ್ತನ್ನು. അതാണ് ആ സഹോദരി പാടിയത്. ಅದಾಗಿದೆ ಆ ಸಹೋದರಿ ഇത്രയും സ്നേഹിച്ചാ പോരാ. ಪ್ರೀತಿ ಮಾಡೋದು ಸಾಲದು. ഹല്ലേലൂയ. ഇത്രയും എനിക്ക് തന്ന പോരാ. ಮಾತನ್ನು ಕೊಟ್ಟಿದ್ದು ಸಾಲದು. എന്നെയും എനിക്കുള്ളതെയും ನನಗಿರುವುದೆಲ್ಲ എനിക്ക് വേണ്ടി തരുവാൻ ഞാൻ തയ്യാറാണ്. ನನಗೋಸ್ಕರ ಕೊಡೋದಕ್ಕೆ ನಾನು ಸಿದ್ಧ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമുക്ക് അല്പസമയം ദൈവത്തിൽ എഴുതി നിൽക്കാം. ನಾವು ಅಲ್ಪ ಸಮಯ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಾವು ಎದ್ದು ನಿಂತ್ಕೊಳ್ಳೋಣ. കർത്തൃമേശ, ಕರ್ತನ ಮೇಜು, ഹോളിക്കമ്മുണിയ, ಕರ್ತನ ಹೋಲಿಕಮ್ಮಿನಿಯ, രാഭോജനം ಕರ್ತನ ಮೇಜು, എന്നൊക്കെ ഇതിന് പേരുണ്ട്. ಅವರ ಹೆಸರಿದೆ. ഇന്ന് ഒരു കാലം ಇವತ್ತು ಬೆಳಗಿನ അല്പസമയം എഴുതി നിൽക്കുമ്പോൾ ಅಲ್ಪ ಸಮಯದಲ್ಲಿ ಎದ್ದು ನಿಂತ್ಕೊಳ್ಬೇಕಾದ್ರೆ നമ്മുടെ ചിന്ത, ನಮ್ಮ ಚಿಂತೆ, ഞാൻ എന്റെ പ്രാണനെ വിളിയേറിയാണ്. ನಾನು ನನ್ನ ಪ್ರಾಣವನ್ನು ಬೆಲೆಯಾಗಿ ನಾನು എന്റെ ತಿಳ್ಕೊಂಡು പാപം ക്ഷമിച്ചിരുന്നു. ನನ್ನ ಪ್ರಾಣದಲ್ಲಿ ಯೇಸುವನ್ನು എന്റെ ശാപം നീക്കി തന്നു. ನನ್ನ ಒಳ್ಳೆಯದನ್ನು ಕೊಟ್ಟೆ. എന്നെ നീ അനുഗ്രഹിച്ചു. ನನ್ನ നിನ್ನ ಆಶೀರ್ವಾದ ಮಾಡಿದೆ. ഇത് കഴിക്കുവാൻ എന്നെ യോഗ്യതപ്പെടുത്തി. ಇದನ್ನು ತಿನ್ನುವುದಕ್ಕೆ ನನಗೆ ಯೋಗ್ಯತೆಯನ್ನು ഇത് ಕೊಡಿ. കഴിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ಇದನ್ನು ತಿನ್ನಬೇಕಾದ್ರೆ ನಾವು ಚಿಂತೆ ಮಾಡುವಂತ ಕಾರ್ಯ. എന്നെ ഭക്ഷിക്കുന്നവനെ മൂലം ജീവിക്കും. ತಿನ್ನುವವರು ನನ್ನ ಮುಖಾಂತರ ಜೀವಿಸುವನಾಗಿ, എന്നെ ഭക്ഷിക്കുന്ന ഉള്ളിൽ ജീവനുണ്ട്. ನನ್ನ ತಿನ್ನುವ ಮುಖಾಂತರ ಜೀವವಿದೆ. അവനെ ഞാൻ അവസാന ദിവസം ഉയർപ്പിക്കും. ಅವನನ್ನು ನಾನು ಕೊನೆಯ ದಿವಸ ಎದುರಿಸುವನಾಗಿರ್ತೇನೆ. ಹಲ್ಲೆಲೂಯ. ഇത് കഴിച്ചാൽ ಇದು ತಿಂದರೆ നിന്നെ എന്ത് ചെയ്യുന്നു? ನಿನ್ನನ್ನು ಏನ್ ಮಾಡ್ತಾರಂತೆ? ಇದು ತಿಂದ್ರೆ ನಿಮ್ಮನ್ನು ಏನ್ ಮಾಡ್ತಾರಂತೆ? നിന്നെ ഉയർപ്പിക്കും. ನಿನ್ನನ್ನು ಎದುರಿಸುವನಾಗಿ. നിന്റെ വീട്ടുകാർ നിനക്കൊരു കർമ്മം ചെയ്യണ്ട. ನಿಮ್ಮ ಮನೆಯವರು ಯಾವ ಕರ್ಮಗಳು നീ ಮಾಡಬೇಕಾಗಿಲ್ಲ. ഒരു കർമ്മം ചെയ്യണ്ട. ನೀನ್ ಯಾವ ಕರ್ಮಗಳು ಮಾಡಬೇಡ. നീ പൊടിയായി തന്നാൽ മതി. ನೀನ್ പൊടിಯಾಗಿದ್ರೆ ಸಾಕು. കർത്താവ് വരുമ്പോൾ ಆ ಕರ್ತನು ಬರಬೇಕಾದ್ರೆ ഇത് വിശുദ്ധിയോടുകൂടി നീ ನೀ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ಪರಿಶುದ್ಧತೆಯಿಂದ ಇದ್ದು ഇത് നീ നിന്റെ വയറ്റിൽ ഇത് കെടുക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ശരീരത്തിൽ അത് ഉണ്ടെങ്കിൽ, ನಿನ್ನ ಶರೀರದಲ್ಲಿ ಇದ್ದರೆ ആകണം ഒലിക്കുമ്പോൾ ಕಾಹಳ ಊದಬೇಕಾದ್ರೆ നീ ഉയർത്തെഴുന്നേൽക്കും. ನೀನು ಎದ್ದು ಬಂದು ಅದನ್ನು Hallelujah. ಹಲ್ಲೆಲೂಯ. ഇതൊന്നും ചെയ്യണ്ട. ನೀನು ಏನು ಮಾಡೋದು ಬೇಕಾಗಿಲ್ಲ. കർമ്മം ചെയ്യണ്ട. ಯಾವ ಕರ್ಮ ಮಾಡೋದು ಬೇಡ. കാണിക്ക കൊടുക്കണ്ട. ಕಾಣಿಕೆ ಕೊಡಬೇಡ. അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಡ. കർത്താവ് പറഞ്ഞാണ്, ಕರ್ತನು ಹೇಳಿದ್ದಾನೆ, ഞാൻ വരുമ്പോൾ നിന്നെ ഉയർപ്പിക്കും. ನಾನು ನಿನ್ನ ಬರ್ತೇನೆ, ನಿನ್ನನ್ನು ಎಬ್ಬಿಸುವನಾಗಿ. കർത്താവ് വരുമോ? ಕರ್ತನು ಬರ್ತಾನ. ಕರ್ತನು ಬರ್ತಾನ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ಅದರಿಂದ ನೀನೊಂದು ಕಾರ್ಯಗಳು ഇത് ಮಾಡಬೇಕು. കഴിക്കുമ്പോൾ ಇದನ್ನು ತಿನ್ನಬೇಕಾದ್ರೆ നീ ശോധന ചെയ്ത് കഴിക്കണം. ನೀನು ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸಿ ನೀನು ತಿನ್ನಬೇಕು. ശോധന ചെയ്യണം. ನೀನು ಅದನ್ನು ಶೋಧನೆ ಮಾಡಬೇಕು. എന്താണ് ശോധന? ಏನು ಶೋಧನೆ ಮಾಡಬೇಕು? ಏನಂತ ಶೋಧನೆ ഞാനിത് ಮಾಡಬೇಕು? കഴിക്കുവാൻ യോഗ്യനാണ്. ನಾನು ಇದನ್ನು ತಿನ್ನೋದಕ್ಕೆ ನನಗೆ ಯೋಗ್ಯತೆ ನನಗಿದೆಯಾ? ആണോ? ಹೌದಾ? ನಾನು ತಿನ್ನಕ್ಕೆ ನನಗೆ ಯೋಗ್ಯತೆ ನನಗಿದೆಯಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇത് കഴിക്കുവാൻ നീ യോഗ്യനായിരിക്കും. ಇದು ತಿನ್ನೋದಕ್ಕೆ ನನಗೆ ಯೋಗ್ಯತೆ ಬೇಕು. എന്നെ തന്നെ ശോധന ചെയ്യണം. ನಿನ್ನನ್ನೇ ನೀನು ಶೋಧನೆ ಮಾಡಬೇಕು. രണ്ടാമത്തെ ശോധന ಎರಡನೇ ಶೋಧನೆ എന്താണെന്നറിയാമോ? ಏನು ಗೊತ್ತಾ? ഹല്ലേലൂയ. രണ്ടാമത്തെ ശോധന എന്താണെന്നറിയാമോ? ಎರಡನೇ ಶೋಧನೆ ಏನು ಗೊತ್ತಾ? നിനക്ക് ഇത് തരുന്നില്ലല്ലോ. ನಿನಗೆ ಇದು ಕೊಡ್ತಾರಲ್ಲ,
ഒരു ദൈവദാസനെ ಒಂದು തരുന്നുണ്ട്. ದೇವದಾಸ ನಿಮಗೆ ಕೊಡ್ತಾನಲ್ಲ, ആ ദൈവദാസനെ കുറിച്ച് എനിക്കൊരു ಆ അറിവുണ്ടായിരിക്കണം. ದೇವದಾಸನ ಕುರಿತು ನಿನಗೆ ಒಂದು ആ ಅರಿವಿರಬೇಕು. ദൈവദാസൻ ഇത് കൊടുക്കാൻ യോഗ്യനാണോ? ಆ ದೇವದಾಸನು ಇದನ್ನು ಕೊಡೋದಕ್ಕೆ ಯೋಗ್ಯತೆ ആ ദൈവദാസന്റെ കയ്യിൽ നിന്ന് കഴിക്കാൻ ഞാൻ യോഗ്യനാണോ? ಆ ದೇವದಾಸನ ಕೈಯಿಂದ ತಿನ್ನೋದಕ್ಕೆ ನಾನು ಯೋಗ್ಯನಾ? അർത്ഥയ്യ, ಅರ್ಥವಾಯ್ತಾ? നീ മദ്യം കഴിക്കുന്നവിടെ കഴിക്കരുത്. ನೀನ್ ಮದ್ಯವನ್ನು ತೆಗೆದುಕೊಂಡಿರು ತಿನ್ನಬಾರದು. വ്യഭിചാരിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷിച്ച് കഴിക്കരുത്. ವಿಚಾರಿ ಆಗಿದ್ರೆ ಆತನ ಕೈಯಿಂದ ನೀನು ತಿನ್ನೋದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ആ മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? ഒരു വിശുദ്ധന്റെ കയ്യിൽ നിന്ന് നീ ಒಂದು കഴിക്കണം. ಪರಿಶುದ್ಧನ ಒಂದು ಕೈಯಿನಿಂದ, ഒരു ദൈവദാസന്റെ കയ്യിൽ ಒಂದು നിന്ന് നീ ದೇವರ കഴിക്കണം. ದಾಸನ ಕೈಯಿಂದ. മൂന്നാമത്തെ കാര്യം, ಮೂರನೇ ಕಾರ್ಯ, ഇത് റോട്ടിൽ നിന്ന് കഴിക്കാനുള്ളതല്ല. ನೀನು ರೋಡಲ್ಲಿ ತಿನ್ನೋದಂತ ಅಲ್ಲ. അതായിരിക്കാൻ ഇല്ലല്ല. ಅರ್ಥವಾಗಿಲ್ಲ ನಿಮಗೆ? യേശു ക്രിസ്തു ಯೇಸು ಕ್ರಿಸ್ತನು ഈ കർത്തൃമേശ ഒരുക്കിയപ്പോൾ ಕರ್ತನ ಮೇಜನ್ನು ಸಿದ್ಧಪಡಿಸಬೇಕಾದ್ರೆ മാർക്കോസിന്റെ മാളിമുറിയിൽ വെച്ച് നടന്നു. ಮಾರ್ಕನ ಮೇಲಂತಿಸಿನಲ್ಲಿ അപ്പം കൊടുത്തപ്പോൾ ರೊಟ್ಟಿಯನ್ನು ಕೊಡಬೇಕಾದ್ರೆ, അഞ്ചപ്പം രണ്ട് മീൻ അപ്പം മീനും കൊടുത്തപ്പോൾ ಆ ರೊಟ್ಟಿಯನ್ನು ಮೀನು ಕೊಡಬೇಕಾದ್ರೆ എവിടെ വെച്ച് കൊടുത്തു? ಎಲ್ಲಿ ಕೊಟ್ಟನು? റോട്ടിൽ വെച്ച് കൊടുത്തു. ರೋಟಲ್ಲಿ ಕೊಟ್ಟು, ಮನೆಯ ರೋಡಲ್ಲಿ ಕೊಟ್ಟನು, ದಾರಿಯಲ್ಲಿ ಕೊಟ್ಟನು. മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? ഇത് പോലത്തെ അപ്പല്ല. ಆದ್ರೆ ಇದು ಆ ರೀತಿಯಲ್ಲಿ ಇರುವಂತಹ ಒಂದು ರೊಟ್ಟಿ ಅಲ್ಲ. ഇത് പാലസ് ഗ്രൗണ്ടിൽ വെച്ച് കഴിക്കാനുള്ളതല്ല. പാലസ് ഗ്രൗണ്ടിൽ വെച്ച് ಇದು ಪ್ಯಾಲೇಸ್ കഴിക്കാനുള്ളതല്ല. ಗ್ರೌಂಡ್ ಅಲ್ಲಿ ತಿನ್ನುವಂತ ಕಾರ್ಯ ಅಲ್ಲ ಇದು. അർത്ഥമായ ಅರ್ಥವಾಯ್ತಾ? നിങ്ങൾ കൂടി വരുമ്പോൾ ನೀವು ಜೊತೆ ಕೂಡಿ ಬರ್ಬೇಕಾದ್ರೆ ദൈവ സാന്നിധ്യമുള്ളിടത്ത്, ದೇವರ ಸಾನ್ನಿಧ್ಯ ദൈവ മക്കളുള്ള സ്ഥലത്ത്, ದೇವರ ಮಕ್ಕಳ ಇರುವಂತ ദൈവദാസന ದೇವರ ದಾಸನಿಂದ ഇത് നീ കഴിച്ചാൽ നിനക്ക് ಇದನ್ನು അനുഗ്രഹം. ನೀನು ತಿಂದರೆ ನಿನ್ನ ಆಶೀರ್ವಾದ. Hallelujah. Hallelujah. മറ്റൊരു കാര്യം, ಮತ್ತೊಂದು ಕಾರ್ಯ, നീ ഇത് കഴിക്കുമ്പോൾ അറിയണം, ನೀನು ಇದನ್ನು ತಿನ್ನಬೇಕಾದ್ರೆ ನಿನಗೆ ഞാൻ ತಿಳಿಬೇಕು, ഉയർക്കുമോ ഉയർത്തില്ല. ನಾನು ಉನ್ನತ ಸ್ಥಿತಿ, ನನ್ನ ದೇವರ ಎಬ್ಬರಿಸ್ತಾರ. മറ്റൊരു കാര്യം ഞാൻ പറയാം, ಮತ್ತೊಂದು ಕಾರ್ಯ നാം ಹೇಳ್ತೀನಿ, എല്ലാവരും പരിശുദ്ധരല്ല. ನಾವೆಲ್ಲರೂ ಪರಿಶುದ್ಧರಲ್ಲ. വചനത്താലെ ശുദ്ധീകരിക്കപ്പെടണം, ವಚನದಿಂದ ನಾವು ಶುದ್ಧೀಕರಣ ಹೊಂದಬೇಕು. രക്തത്താലെ ശുദ്ധീകരിക്കപ്പെടണം, ರಕ್ತ ಶುದ್ಧೀಕರಣ ಹೊಂದಬೇಕು. ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടണം. ಆತ್ಮನಿಂದ ಶುದ್ಧೀಕರಣ ಹೊಂದಬೇಕು. ബാലശിക്ഷ തന്ന് ശുദ്ധീകരിക്കണം. ബാലശിക്ഷ തന്ന് നീ ಬಾಲ ಶಿಕ್ಷೆಯನ್ನು ಕೊಟ್ಟು ಅದನ್ನು ಇದು ಮಾಡಬೇಕು. അഞ്ചാമത് ಐದನೇದು എങ്ങനെയാന്ന് പറയുമോ, ಯಾವ ರೀತಿ ಗೊತ್ತಾ? ആത്മാവിന്റെ നിറവിൽ നിറഞ്ഞു നീ ಆತ್ಮನಿಂದ ನಾವು ನೇಳೆಗೊಳ್ಳಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. 5 വിധമായ 5 ವಿಧವಾಗಿರುವಂತ വേർപാടുകൾ പറയുന്നുണ്ട്. ಬೇರ್ಪಡಿಕೆ ಜೀವಿತವನ್ನು ನಯಿಸುವನಾಗಿರಬೇಕು. അതുകൊണ്ട് രക്തത്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಿಂದ ಮಾಡಬೇಕಾಗಿರೋದು, പ്രാർത്ഥനയിൽ ಪ್ರಾರ್ಥನೆಯಿಂದ ಮಾಡುವನಾಗಿರಬೇಕು. ആത്മാവിനെ ശുദ്ധീകരിക്കുക. ಆತ್ಮನಿಂದ ನಾವು ಶುದ್ಧೀಕರಣ ಮಾಡಬೇಕು. നീ ദൈവത്തോടുള്ള നിരപ്പിൽ ബാലശിക്ഷ തന്ന് ನೀವು ದೇವರೊಟ್ಟಿಗೆ ಇರೋದಕ್ಕೋಸ್ಕರ ಬಾಲ ಶಿಕ್ಷೆಯನ್ನು ಕೊಟ್ಟು ശുദ്ധീകരണം പ്രാപിക്കുക. ಶುದ್ಧೀಕರಣ ಹೊಂದುವನಾಗಿರಬೇಕು. ഇങ്ങനെ വിവിധമായ ശുദ്ധീകരണം പ്രാപിച്ചു ನೀವು ಹೊಂದಿಕೊಂಡ ನಂತರ നീ കഴിച്ചാൽ ನೀನು ತಿನ್ನುವುದಾಗಿದ್ದರೆ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു. ನೀನದು ಆಶೀರ್ವಾದಕರವಾಗಿ ನಿಮಗೆ അനേകർക്ക് ಹಲ್ಲೆಲೂಯಾ. ശിക്ഷാകരമായി തീരുന്നു. ಇದು ನಿಮಗೆ ಆಶೀರ್ವಾದಕರವಾಗಿರ್ತದೆ. ഒരു കൂട്ടർക്ക് ആശീർവാദം, ಒಂದು ಗುಂಪಿಗೆ ಒಂದು ಆಶೀರ್ವಾದ, ഒരു കൂട്ടർക്ക് അത് ശിക്ഷ. ಅದು ಒಂದು ಗುಂಪಿಗೆ ಅದು ಶಿಕ್ಷಕರವಾಗಿರ್ತದೆ. നീ അർഹതപ്പെടാത്തം കഴിച്ചാൽ ನೀನು ಯೋಗ್ಯತೆ ಇಲ್ಲದಿನ നീ ಸೇವಿಸುವುದಾಗಿದೆ. ബലഹീനനാകും, ನೀನು ಬಲಹೀನನಾಗಿ, നീ രോഗിയാകും. ನೀನು ഇത് ರೋಗಿಯಾಗುತ್ತೀಯ. നിമിത്തം നിദ്ര കൊള്ളും. ಇದರಿಂದ ನಾನು ನಿದ್ರೆ ಹೋಗುವ. യേശു ക്രിസ്തു വരുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കില്ല. ಯೇಸುಕ್ರಿಸ್ತನು ಬರಬೇಕಾದ್ರೆ ನೀನು ಎಬ್ಬರಿಸಲ್ಪಡಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നീ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ನೀನು ಎಬ್ಬರಿಸಲ್ಪಡಬೇಕಂದ್ರೆ ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ, ದೇವರ ಕೃಪೆಯಲ್ಲಿ ನಿಲ್ಲುವುದಾಗಿದೆ, ശുദ്ധീകരണം പ്രാപിച്ചുവെങ്കിൽ ಶುದ್ಧೀಕರಣ ഇത് ಹೊಂದುವುದಾಗಿದೆ. നിനക്ക് കഴിക്കാം. ಇದು ನೀನು ತಿನ್ನುವನಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അർത്ഥമായ നമുക്ക് ಅರ್ಥವಾಯ್ತು ನಿಮಗೆ? നമുക്ക് കർത്തൃമേശയ്ക്ക് കിടക്കാം. ನಾವು ಕರ್ತನ ಮೇಜಿಗೆ ಹೋಗುವರಾಗಿದ್ದೇವೆ. ഭയഭക്തിയോടുകൂടെ, ಭಯಭಕ್ತಿಯಿಂದ, വിറയിലോടുകൂടെ, ತಿಳುವಳಿಕೆಯಿಂದ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു കൊടുത്ത രാത്രി ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಎಳೆದುಕೊಟ್ಟ ರಾತ್ರಿ അവൻ അപ്പം എടുത്ത് നുറുക്കി ರೊಟ್ಟಿಯನ್ನು ಮುರಿದುಕೊಂಡು ಆತನು ಕೊಟ್ಟ ಶಿಕ್ಷೆ എന്റെ ശരീരം ಇದು ನನ್ನ ಶರೀರ, വാങ്ങി ഭക്ഷിപ്പേ. ಅದನ್ನು ಇರಿಸಿಕೊಂಡು ತಿನ್ನುಕೊಳ್ಳುವವರಾಗಿದೆ. അർത്ഥമായ ಅರ್ಥವಾಯ್ತಾ? ഇത് വാങ്ങി ಇದನ್ನು ഭക്ഷിപ്പേ. ತೆಗೆದುಕೊಂಡು ഇതെന്റെ ತಿನ್ನುವವರಾಗಿದೆ. രക്തം, ಇದು ನನ್ನ ರಕ್ತವಾಗಿದೆ. ഇത് വാങ്ങി ಇದು കുടിപ്പേ. ತೆಗೆದುಕೊಂಡು ನೀವು ಕುಡಿಯುವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇത് കുടിക്കുമ്പോഴേക്കും ಇದು അവനെ ಕುಡಿಯುವವರೆಗೂ ഓർത്ത് ಅವನನ್ನು ಚಿಂತೆ ಮಾಡಿಕೊಂಡು ನಾವು ದೇವ നമുക്ക് ಸೇವಿಸುವರಾಗಿದೆ. അർക്കപ്പെട്ട കുഞ്ഞാട്, ನಮಗೋಸ್ಕರ ಬಲಿಯಾಗಿರುವಂತ നമുക്ക് ಕುರಿಮರಿ, രക്തം കൊടുത്ത കുഞ്ഞാട്, ನಮಗೋಸ್ಕರ ರಕ್ತವನ್ನು ಸುರಿಸಿದ നമുക്ക് വേണ്ടി ಕುರಿಮರಿ, മരിച്ച ആൾക്കോട്ട് ഉയർത്ത ನಮಗೋಸ್ಕರ കുഞ്ഞാട്, ಮರಣ ಹೊಂದುವಂತ കുರಿಮರಿ, അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞാട്, ನಮಗೋಸ್ಕರ ಜೀವಿಸುವಂತ ಒಂದು ಕುರಿಮರಿ, അവൻ ഒരു ദിവസം തിരിച്ചു വരുന്ന കുഞ്ഞാട്. ಆತನು ಹಿಂತಿರುಗಿ ಬರುವನಾಗಿದ್ದೇನೆ. ആ കുഞ്ഞാട് മുമ്പിൽ നമ്മൾ ഒരു ദിവസം ಆ നിൽക്കണം. ಕುರಿಮರಿಯ ಮುಂದೆ ಒಂದು ದಿವಸ ನಾವು ನಿಲ್ಲಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ಒಂದು ನಿಮಿಷ ನಾವು ಪ್ರಾರ್ಥನೆ ഇത് ಮಾಡೋಣ. അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ಇದು ಆಶೀರ್ವಾದ ಪಡೆದಕ್ಕೂ ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ಒಂದು ನಿಮಿಷ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. എല്ലാവരും കണ്ണടയ്ക്കുക. ಎಲ್ಲರೂ കണ്ണನ್ನು ಮುಚ್ಚಿ. ഹല്ലേലൂയ. 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 ശാന്തമായി ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ಇದು ನಿಮ್ಮದು ನಿಮ್ಮ ಮೇಲೆ ಆಶೀರ್ವಾದ ಹೊಂದಬೇಕು. ഹല്ലേലൂയ. Praise the Lord. ഇത് അനുഗ്രഹത്തിന്റെ പാനപാത്രമാണ്. ಇದು ಆಶೀರ್ವಾದದ ಪಾತ್ರವಾಗಿದೆ. നാം നന്മ തരുന്ന പാത്രമാണ്. ನಮಗೆ ಆಶೀರ್ವಾದ ശിക്ഷാവിധി ಕೊಡುವ മാറ്റുന്ന ಪಾತ್ರವಾಗಿದೆ. പാനപാത്രമാണ്. ನಾಮದಿ ತೆಗೆದುಹಾಕುವ
ತೆಗೆದುಕೊಂಡ ഇത് ಪಾತ್ರ അവന്റെ രക്തമാണ്, ಆತನ ഇത് ರಕ್ತವಾಗಿದೆ, അവന്റെ മാംസമാണ്. ಆತನ ಮಾಂಸವಾಗಿದೆ. കുടിക്കുമ്പോഴേക്കും ತೆಗೆದುಕೊಳ್ಳುವಾಗೆಲ್ಲ അവനെ ഓർത്തുകൊണ്ട് ಆತನ ನೆನೆಸುವರಾಗಿರಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ತೋರಿಸಿಕೊಟ್ಟ ರಾತ್ರಿಯಲ್ಲಿ അവൻ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തു. ಆತನ ರೊಟ್ಟಿಯನ್ನು ತೆಗೆದುಕೊಂಡು ഇത് എന്റെ രക്തം. ನನ್ನ ആ ರಕ್ತವಾಗಿದೆ, രക്തമാണ്. ಆ ರಕ್ತವಾಗಿದೆ. ഇത് ആരുടെ രക്തം? ಇದು ಯಾರ നീ ರಕ್ತವಾಗಿದೆ? വിശ്വസിച്ച് കഴിച്ചാൽ ನಂಬಿಕೆ ಇಟ್ಟು യേശു ತಿನ್ನುವಾಗ ക്രിസ്തുവിന്റെ രക്തം. ಯೇಸು ಕ್ರಿಸ್ತನ നീ ರಕ್ತವಾಗಿದೆ. വിശ്വസിച്ച് കഴിച്ചാൽ ನಂಬಿಕೆ ಇಟ್ಟು ತಿನ್ನುವಾಗ യേശു ക്രിസ്തുവിന്റെ ശരീരം. ಯೇಸು ಕ್ರಿಸ್ತನ നീ ಶರೀರವಾಗಿದೆ. കഴിക്കുമ്പോഴൊക്കെയും ತಿನ್ನುವಾಗಲ್ಲ അവൻ ഓർമ്മയ്ക്കായി കഴിക്കും. ಆತ ನೆನಪುಗೋಸ ദൈവം ಮಾಡಬೇಕು. നമ്മെ അനുഗ്രഹിക്കും. ದೇವರು ನಮ್ಮನ್ನ ಆಶೀರ್ವಾದ കർത്താവായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ മക്കളായ കർത്താവേ, ക്രിസ്തു വരുവാൻ നിന്നെ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാണനെ ഞങ്ങൾ വിലയേറിയേണ്ടതില്ല കർത്താവേ. എനിക്ക് വേണ്ടി സമർപ്പിക്കാം. നിന്റെ ജനത്തെ വേർതിരിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ. കർത്തൃമേശ ಈ ಕರ್ತನ ಮೇಜು നിന്റെ മക്കൾക്ക് അത് അനുഗ്രഹമായി ನನ್ನ തീരണമേ. ಮಕ್ಕಳಿಗೆ ಆಶೀರ್ವಾದ ആർക്കും ശിക്ഷാവിധിക്ക് കാരണമായി ಶಿಕ್ಷಾವಿಗೆ തീരരുത്. ಕಾರಣವಾಗಬಾರದು, അനുഗ്രഹത്തിന് കാരണമായി തീരരുത്. ಆಶೀರ್ವಾದ നീ ಕಾರಣವಾಗಬಾರದು. അനുഗ്രഹം കേൾക്കാമെന്ന് വാഗ്ദത്തം തന്നിരിക്കുക. ಆಶೀರ್ವಾದ ಮಾಡಿ ವಾಗ್ದಾನ നിന്റെ ಕೊಟ್ಟ ജനത്തെ ನಿನ್ನ ಜನರನ್ನು പിതാവിന്റെയും ತಂದೆ പുത്രന്റെയും ಮಗ പരിശുദ്ധാത്മാവിൻ ಪವಿತ್ರಾತ್ಮ നാമത്തിൽ ನಾಮದಲ್ಲಿ അനുഗ്രഹിക്കുന്നു ಆಶೀರ್ವಾದ കർത്താവേ. ಮಾಡುತ್ತೇನೆ. ഇത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി ಜೀವನದ തീർക്കുമാറാകണം. ಆಶೀರ್ವಾದವಾಗಲಿ. യേശു സൂക്ഷിക്കുന്നത് നടത്തുന്ന അതിനെയും ശുദ്ധീകരിക്കുമാറാകണമേ. ಸೇವೆ ಮಾಡುವ ದೇವರ ಆಶೀರ್ವಾದ ಮಾಡಬೇಕು. എല്ലാ നമ്മൾ അനുഭവിക്കാൻ യോഗ്യതപ്പെടുത്തുമാറാകണമേ. ಆಶೀರ್ವಾದಕ್ಕೆ ಉದ್ಯೋಗಿಯಾಗಿ ശാപമോചന ജീവന യേശുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുന്നു. കൃപയോടെ കേൾക്കണമേ യേശുവിന്റെ പിതാവേ. ಬೇಡಿಕೊಳ್ಳುತ್ತೇನೆ ತಂದೆ. ಆಮೆನ್. ഹല്ലേലൂയ, ಆಮೆನ್. ഹല്ലേലൂയ.